പോഷൺ പക്വാഡ എല്ലാ വർഷവും 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തീവ്ര ആരോഗ്യ പോഷണ ബോധവൽക്കരണ യജ്ഞമാണ് പോഷൺ പക്വാഡ. 2026 8ാമത് പോഷൺ പക്വാഡ പരിപാടികൾ ഏപ്രിൽ മാസം 9-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. ഗർഭിണികള്, പാലൂട്ടുന്ന അമ്മമാര്, കുട്ടികള്, കൗമാരക്കാര് എന്നിവരിലെ പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, നല്ല ആരോഗ്യ ഭക്ഷണശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഗുണഭോക്താക്കള്, അവരുടെ കുടുംബാംഗങ്ങള്, പൊതുജനങ്ങള് എന്നിവരെ ബോധവൽക്കരിക്കുക എന്നതാണ് പോഷൺ പക്വാഡ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2026 8ാമത് പോഷൺ പക്വാഡ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം മാക്സിമൈസിംഗ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഇൻ ദി ഫസ്റ്റ് 6 years ഓഫ് ലൈഫ് എന്നതാണ്. അതായത് ജീവിതത്തിന്റെ ആദ്യ 6 വർഷങ്ങളിൽ മസ്തിഷ്ക വികസനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് 5 വ്യത്യസ്ത തീമുകളെ അടിസ്ഥാനമാക്കിയാണ് പോഷൺ പക്വാഡയുടെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. പോഷൺ പക്വാഡയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട 5 തീമുകളിൽ ഒന്നാമത്തേത് മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ അഥവാ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പോഷകാഹാരം എന്നതാണ്. അതായത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കൃത്യമായിട്ടുള്ള പോഷകാഹാരം ഉറപ്പാക്കുക, അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ തീം ഏർലി സ്റ്റിമുലേഷൻ ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ് അഥവാ മസ്തിഷ്ക വികാസത്തിനുള്ള ആദ്യകാല ഉത്തേജനം എന്നതാണ്. അതായത് കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തിനായിട്ടുള്ള ആദ്യകാലങ്ങളിലുള്ള പരിചരണവും ഇടപെടലുകളുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ തീം പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് അഥവാ ആദ്യകാലങ്ങളിലെ കളി അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം എന്നതാണ്. അതായത് ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ കളികളിലൂടെയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ തീം റോൾ ഓഫ് പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിംഗ് സ്ക്രീൻ ടൈം അഥവാ സ്ക്രീൻ സമയം കുറക്കുന്നതിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്ക് എന്നതാണ്. അതായത് കുട്ടികളിൽ അമിതമായിട്ടുള്ള മൊബൈലിന്റെയും ടിവിയുടെയും ഉപയോഗം കുറച്ച് സ്ക്രീൻ സമയം കുറക്കുന്നതിനായി മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്കും ഇടപെടലും ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണവുമാണ് അങ്കണവാടി തലത്തിൽ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. അഞ്ചാമത്തെ തീം ഗാർണറിംഗ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഫോർ സ്ട്രോങ്ങർ അംഗൻവാടീസ് അഥവാ അങ്കണവാടി ശാക്തീകരണത്തിനായി സാമൂഹിക പിന്തുണ നേടൽ എന്നതാണ്. അതായത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടും സാമൂഹിക പിന്തുണയോടും കൂടി അങ്കണവാടിയുടെ പ്രവർത്തനങ്ങളും പുരോഗതിയും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ 5 തീമുകളെ അടിസ്ഥാനമാക്കിയാണ് അങ്കണവാടി തലത്തിൽ വിവിധ പരിപാടികൾ പോഷൺ പക്വാഡയുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ഏപ്രിൽ 9-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള കാലയളവിൽ വിവിധ മത്സര പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്യാമ്പുകൾ, എക്സിബിഷനുകൾ തുടങ്ങിയവ നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും സംഘടിപ്പിക്കേണ്ട പരിപാടികളുടെ വിശദാംശങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. പോഷൺ പക്വാഡയുടെ ഭാഗമായിട്ടുള്ള 1ാമത്തെ പ്രവർത്തനം ആദ്യ ദിനമായിട്ടുള്ള 9-ാം തീയതി പോഷൺ പക്വാഡ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനിങ് ആണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. പോഷൺ പക്വാഡയുടെ വിശദാംശങ്ങൾ, ലക്ഷ്യങ്ങൾ, തീമുകൾ തുടങ്ങിയവ ഗുണഭോക്താക്കളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി പോഷൺ പക്വാഡയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ ഗുണഭോക്താക്കളുടെയും പൊതുജനങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യേണ്ടതും, കൂടാതെ ഈ പോസ്റ്ററുകൾ അങ്കണവാടി ടീച്ചർ, ഹെൽപ്പർ എന്നിവർ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കേണ്ടതും, അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളോട് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്റ്റോറി, സ്റ്റാറ്റസ് എന്നിവ വെക്കാൻ നിർദ്ദേശം നൽകേണ്ടതുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് 1ാമത്തെ പ്രവർത്തനം ഏപ്രിൽ മാസം 9-ാം തീയതി നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത പരിപാടികൾ നമ്മൾ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ ജനന്തോളൻ ഡാഷ്ബോർഡിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ജനന്തോളൻ ഡാഷ്ബോർഡ് എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഓരോ ദിവസവും സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോയും ചെറു വീഡിയോകളും എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.